അലൻ ജോസ് പെരേരയുടെ അതായത് പിന്നെ ഷോർട്ട് ഫിലിം ഇല്ലേ അതിന് ഇതിലും നിലവാരമുണ്ട്. നിങ്ങൾ ലാലേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. പുള്ളി ഇപ്പോൾ സംരംഭത്തിലായാലും കാര്യങ്ങളും കൊച്ചു ട്രോൾ മെറ്റീരിയലായി മാറും. നല്ല ട്രോൾ മെറ്റീരിയലാവും ഈ പടം. എനിക്ക് തോന്നുന്നു നായകനെ എനിക്ക് തോന്നുന്നു ഉണ്ണിമോന്തൻ ചെയ്തെങ്കിൽ വന്നിട്ട് അതേപോലെ കൈരൽ ടി വിക്ക് അതൊക്കെ വരുന്ന പോലൊരു പടമാണ്. അപ്പോൾ ബെറ്റർ. നല്ല നമ്മുടെ പണ്ട് കൈലാസനാഥൻ സീരിയലൊക്കെ ഇതിന് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കാണാണ്ടിരിക്കാണ് ബെറ്റർ എന്ന് പറയുന്നത്. ലാലേട്ടൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഇൻ്റർവെൽ സീനിലാണ് വരുന്നത്. ഒരു കുഴപ്പമില്ല, ആ സീൻ മാത്രം ഒരു ഇമ്പാക്റ്റ് എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ ഉള്ളതിൽ അപരാധം ഇല്ലാതെ കാണാൻ പറ്റിയൊരു സീനാണ്. പ്രഭാസ് അങ്ങനെയുള്ള താരങ്ങളൊക്കെ അവരെന്തിനാണ് ഇത് കമ്മിറ്റ് ചെയ്തതുപോലെ അറിയില്ല. ലൈക്ക് അത്രയും സ്റ്റാർഡമുള്ള ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ട് ഭയങ്കര കോമഡി ആയിട്ട് കാണിച്ചു വെച്ചേക്കുന്നത്. മലയാളം ഡബ്ബിങ് ഭയങ്കര ഷോക്കാണ്. എന്ന് വെച്ചാൽ പാട്ടും ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് CJ വന്നിട്ട് ഒരു സിംഗില്ലാത്ത പോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. പടം ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. പടം കാണുന്നുണ്ട് ഒരു ഭയങ്കര ട്രോൾ മെറ്റീരിയലായി മാറും. നല്ല ട്രോൾ മെറ്റീരിയലാവും ഈ പടം. എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലത്തിൻ്റെ ട്രോൾ ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റുന്നു തോന്നുന്നു. ഒരു പടത്തില് ചുമ്മാതെ പ്രഭാസിനെയൊക്കെ എന്തോ ആക്കി വെച്ചേക്കുകയാണ്. ലാലപ്പന് ഭയങ്കര ശോകമാണ്. നായകനൊക്കെ ചിരിക്കുകയാണ്, തിയേറ്റർ മുഴുവൻ ചിരിക്കുകയാണ്. അത്ര ശോകമാണ്. ഡബിങ് അതിലേറെ ശോകമാണ്. എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഏതോ ചാനലില് സീരിയലാക്കി കൊടുക്കേണ്ട സാധനമാണ്. കൈരളി TV ലെവൽ പടമാണോ? കൈരളി TV യിലൊക്കെ വന്ന ഡബിങ്. അതെ, അതേപോലെ കൈരൽ ടി വിക്ക് അതൊക്കെ വരുന്ന പോലൊരു പടമാണ്. അത്ര ശോകമായിട്ട് എടുത്ത് മലയാളം എടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു. അത്ര ശോകമാണ്. വെറുതെ ഒരു ടിക്കറ്റ് 200 രൂപയും പോയി. മോഹൻലാലുണ്ട്. നമ്മളൊരു മോഹൻലാലിനൊക്കെ കണ്ടിട്ടില്ല ഒരു സിനിമയ്ക്ക് വരുന്നത്. തെലുങ്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മികച്ച ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ പ്രഭാസിനെ പോലുള്ളവരുടെയൊക്കെ ഡേറ്റ് കിട്ടുമ്പം അത്ര നല്ല സിനിമ എടുക്കണ്ടേ? ഇത് തിയേറ്ററിൽ ഇരുന്ന് കോമാളി വേഷം കിട്ടുന്ന ആൾക്കാരെല്ലാവരും തിയേറ്ററിൽ ഇരുന്ന് ഒരാൾ പോലും മനസ്സിരുത്തി സിനിമ കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് പക്ക കണ്ണപ്പയല്ല, ഇത് വേറൊരു പേര് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അലൻ ജോസ് പെരേരയുടെ അതായത് പിന്നെ ഷോർട്ട് ഫിലിം ഇല്ലേ അതിന് ഇതിലും നിലവാരമുണ്ട്. നിങ്ങൾ കണ്ണപ്പ ഈ പടം ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സംശയമുണ്ട്. പക്ഷെ ഒരു ആത്മീയത ഇഷ്ടപ്പെടുന്ന സ്പിരിച്വലായ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ ആ പടം ചെയ്യാൻ കാരണം. ലാലേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. പുള്ളി ഇപ്പോൾ സംരംഭത്തിലായാലും കാര്യങ്ങൾ കൊച്ചു തന്നെ ആയാലും ആ ക്യാമിയ റോൾ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ആക്ഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വളരെ കൊറിയോഗ്രാഫി പോരാ, പക്ഷേ റൊമാൻസ് എലിമെൻറ്റ്സ് നന്നായിട്ടുണ്ട്. നായിക നന്നായി ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് പ്രഭാസ് നന്നായി ചെയ്തിട്ടുണ്ട്. പ്രഭാസ് ചെറിയ റോളാണ്, ടെക്നിക്കലി നല്ലതാണ്. ഓൺലി തിങ് ഇതിപ്പോൾ ഭയങ്കര ലോജിക്കലായിട്ട് ഇപ്പോഴത്തെ എത്തിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ആത്മീയ ഫിലിമാണ്. അങ്ങനെ ലാഗൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ആകെ ആക്ഷൻ മാത്രം ഇഷ്ടപ്പെടാൻ പോയത്. ബാക്കി റൊമാൻസ് സെറ്റിൽമെൻറ്റ്സ് നന്നായി വന്നിട്ടുണ്ട്. കാസ്റ്റിംഗ് നന്നായി തോന്നി. ടെക്നിക്കലി നല്ല ഫിലിമാണ്. വിഷ്വൽ എഫക്റ്റ് നല്ലതാണ്. ഡബിങ് മലയാളം ഡബിങ് എനിക്ക് തോന്നുന്നില്ല. മലയാളം ഡബിങ് കൈരളി TV ലെവലാന്ന് ഡബിങ്ങൊന്നും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ലാലേട്ടൻ എല്ലാ സിനിമയിലും ക്യാമിയോകൾ ചെയ്യണം, അതേപോലെ നന്നായി ചെയ്തിട്ടുണ്ട്. നായകൻ എങ്ങനെയുണ്ടായിരുന്നു? നായകൻ്റെ അഭിനയം നായകനെ എനിക്ക് തോന്നുന്നു ഉണ്ണിമോന്തൻ ചെയ്തെങ്കിൽ വന്നിട്ട് ഉണ്ണിമോൻ ചെയ്ത് നന്നായിട്ട് വന്നതാണ്. എന്നാലും പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് നന്നായിട്ട് തോന്നി. ഒരു എൻ്റർടൈനറിനെക്കാട്ടും ഒരു ആത്മീയ ഫിലിമാണ്. ആരെങ്കിലും എടുത്താൽ കുഴപ്പമില്ല. ലാലേട്ടനുള്ള സ്പിരിച്വലായി കൊണ്ടായിരിക്കും ഈ സിനിമ ചെയ്യുന്നത്.